ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം കൈവിട്ട് കളഞ്ഞു എന്നുള്ള ചിന്തയും പ്രതീക്ഷിക്കുന്നത് പോലെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഭാരവും മറ്റുള്ളവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുമൊക്കെ ദൈവഭക്തന്മാരെ ചില സമയങ്ങളിൽ കടുത്ത വിഷാദത്തിലേക്കും വേദനയിലേക്കുമൊക്കെ തള്ളിവിടാറുണ്ട്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ ആ ഒരു സാഹചര്യത്തിൽ നിരാശപ്പെട്ട് ആ നിരാശകൾ നമ്മളെ കീഴടക്കാൻ അനുവദിക്കാതെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലാനായിട്ട് തയ്യാറായാൽ വളരെ കൃത്യമായ മറുപടിയും ഉത്തരവും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. 42-ാം സങ്കീർത്തനം കടുത്ത മാനസികമായ വിഷാദത്തിൽ ദൈവത്തോട് ചേരാനായിട്ട് തൻ്റെ ആത്മാവിനെയും തൻ്റെ ഹൃദയത്തെയും ഒരുക്കിക്കൊണ്ട് ദൈവഭക്തൻ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. നമുക്ക് സുപരിചിതമാണ് 42-ാം സങ്കീർത്തനം, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാനായി കാംക്ഷിക്കുന്നു. അങ്ങനെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും അതുപോലെ തന്നെ 11-ാമത്തെ വാക്യവുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്തിനാണ്? സത്യത്തിൽ ഇവിടെ ദൈവഭക്തനെ വിഷാദത്തിലേക്കും കടുത്ത വേദനയിലേക്കും തള്ളിവിട്ടത് 3-4 കൂട്ടം കാര്യങ്ങളാണ്. അത് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1, രാവും പകലും എൻ്റെ കണ്ണുനീർ എൻ്റെ ആഹാരമാണ്. അതായത് എന്തോ മറുപടി കിട്ടാത്ത ഒരു വലിയ വിഷയത്തിൽ താൻ ഭാരത്തോടുകൂടി ആയിരിക്കുകയാണ്. അടുത്തത് 3-ാമത്തെ വാക്യമാണത്, നിൻ്റെ ദൈവം എവിടെയാണ്? ഈ ചോദ്യം എല്ലാ കാലത്തും ദൈവഭക്തന്മാർ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളാണ്. അടുത്തത്, ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ ദൈവം എന്നെ മറന്നത് എന്ത് എന്നുള്ള ചോദ്യം. അത് 9-ാമത്തെ വാക്യമാണ്. ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഭയങ്കരമായ നിരാശയിൽ എഴുതിയൊരു സങ്കീർത്തനമാണ് 42-ാമത്തെ സങ്കീർത്തനം. അന്ന് ദൈവഭക്തന്മാരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിരാശയിൽ കടന്നുപോയെങ്കിൽ അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ ശ്രേഷ്ഠമായ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം സ്നേഹത്തോടെ പറയാം, വേദനകളും ഭാരങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ പറ്റിയൊരിടമുണ്ട്. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. ആ കാരാഗ്രഹ ലേഖനം എഴുതുമ്പോഴും താൻ കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, ഞാനിവിടെ വന്ന് പെട്ടല്ലോ, എൻ്റെ ഗതികേടാണിത്, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ദൈവം എന്നെ വിളിച്ചിറക്കി, ഞാൻ ഈ രീതി പെട്ടുപോയി എന്നൊന്നും വിലപിക്കുന്ന ഒരു പൗലോസിനെയല്ല നമ്മളവിടെ കാണുന്നത്. നമ്മളവിടെ കാണുന്നത് ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യനാണ്. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ജീവനും സമാധാനവുമാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവജന ശുശ്രൂഷയിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് പറയുകയുണ്ടായി, നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളതോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നല്ലതായി പോകുന്നത് കൊണ്ടോ ഒന്നുമുള്ള ഒരു സന്തോഷമല്ല ദൈവസന്നിധിയിലെ യഥാർത്ഥമായ സന്തോഷം. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ, അവൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ക്ലിയറായ പാതയിലാണെങ്കിൽ അവൻ്റെ ഉള്ളത്തിൻ്റെ അകത്ത് അവൻ എപ്പോഴും സന്തോഷവാനായിരിക്കും. യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ ഭാരവും നമ്മുടെ വേദനകളും ഒക്കെ ചുമക്കാൻ നമുക്കൊരാളുള്ളപ്പോൾ അന്ന് ഈ കോരഹപുത്രന്മാരൊക്കെ വേദനയോടുകൂടെ പാടിയെങ്കിൽ
നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സന്തോഷിക്കാനായിട്ട് ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നൊക്കെ കർത്താവ് പറഞ്ഞു, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, ഞാൻ നിങ്ങളെ അനാഥരായി ഒന്നും വിടത്തില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഇത്തരത്തിലുള്ള കടുത്ത വേദനയിലും നിരാശയിലും ഭാരത്തിലുമൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഭാരം ഇറക്കി വെക്കാനും ഇതിനുള്ള മറുപടിയും ലോകത്തിൽ ആർക്കും തരാതിരിക്കുമ്പോൾ ദൈവഭക്തന് മനസ്സിലായി, ദൈവസന്നിധിയിലേക്ക് ഞാൻ ചെന്നാൽ എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ എത്ര അതികഠിനമാണെങ്കിലും മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ആശ്വാസത്തിന് പരിധിയും ഒക്കെ ഉള്ളപ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലാൻ തയ്യാറായാൽ ആ പ്രശ്നത്തിന് അവിടെ ആശ്വാസമാണ്, പരിഹാരമാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ശരിക്കും കർത്താവിനെ അറിയാനുള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ്. നമ്മൾ തികഞ്ഞു എന്നൊരു ധാരണയിലേക്ക് നമ്മൾ പോയാൽ, എല്ലാമായി എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ പോയാൽ സംഭവിക്കുന്നത് ദൈവത്തിന് നമ്മളോട് ഇനിയും പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ദാഹം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ അഭിലാഷം, ദൈവത്തോട് ചേരാനുള്ള തീവ്രമായ വാഞ്ച, ആ വാഞ്ചയാണ് നമ്മുടെ ആത്മീക വളർച്ചയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ആസാദി ടി വിയിലും മറ്റുള്ളിടത്തുമൊക്കെ ധാരാളം പ്രിയപ്പെട്ടവർ കേട്ടിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ദൈവശബ്ദം കേൾക്കുന്നത്. അന്ന് ഞാൻ ദൈവശബ്ദം കേൾക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വേദനകൾ, ഒറ്റപ്പെടൽ, ബാല്യകാലങ്ങളിലെ തിക്താനുഭവങ്ങൾ, അതിൻ്റെ അകത്ത് സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു എനിക്ക് ആ കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു ആഗ്രഹത്തെയാണ് ദൈവം ഓർത്തതെന്ന് എനിക്ക് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വാഞ്ച എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണ്? നമുക്കിതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ, നമുക്കിതിനോടൊന്നും ഇഷ്ടമില്ലെങ്കിൽ ദൈവം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് വേണ്ടുന്നത് കർത്താവിനെ അറിയുവാനുള്ള ആ ഒരു വാഞ്ച. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നത് എന്താ? അവനിൽ ഇരിക്കേണ്ടതിന്, അവൻ്റെ മരണത്തെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് അവൻ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പന്നും ചവറന്നു എണ്ണുന്നു. തൻ്റെ തീവ്രമായ ആഗ്രഹം ക്രിസ്തുവിലിരിക്കുക, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ അനുഭവിക്കുക, ഈ ഒരാഗ്രഹമാണ്. ഞങ്ങൾ ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾക്ക് പോകാറുണ്ട്. പോകുമ്പം ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കാരണം നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച്, നമ്മൾ ഒത്തിരി ദൈവസന്നിധിയിൽ ഒരുങ്ങി നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒന്നും നടക്കത്തില്ല. ആ ഒരു വേദന ഭയങ്കരമാണ്. തിരിച്ചു വന്നിരുന്ന് ഒത്തിരി വിഷമിക്കും. ദൈവമേ, എന്താണ് ആ ഒരു വചനത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടാഞ്ഞത്? ദൈവകൃപ അവിടെ വ്യാപരിക്കാഞ്ഞത്? പക്ഷെ പിൽക്കാലത്തൊരു കാര്യം മനസ്സിലാക്കി, ചില സ്ഥലത്ത് നമ്മൾ വെറുതെ കയറി നിന്നാൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ അവിടെ ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? മുൻവിധികളില്ലാതെ ആഗ്രഹത്തോടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനുള്ള താല്പര്യത്തോടെ, എണ്ണത്തിൽ വളരെ കുറവാളുകളാണെങ്കിലും അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി ശക്തമായി ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ അഭിലാഷങ്ങൾ എന്താണ്? ഇവിടെ കോരഹപുത്രന്മാർ, സത്യത്തിൽ ഈ സങ്കീർത്തനം ദാവീദ് എഴുതി കോരഹപുത്രന്മാരെ ഭരമേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഇത് കോരഹപുത്രന്മാരുടെ ഒരു പാട്ടാണ്.
മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ. അതായത് സത്യത്തിൽ ആഹാരം കഴിക്കാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ദാഹിച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ശത്രുവിൻ്റെ കണ്ണുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി കിതച്ച് നിൽക്കുന്ന ഒരു മാൻ, എൻ്റെ ഭാവന ഞാൻ പറയുകയാണ്, നീർത്തോടിലേക്ക്, വെള്ളമുള്ള സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോൾ അത് എത്ര ആർത്തിയോടുകൂടെയാണ് അത് ആ വെള്ളം കുടിക്കുന്നത് എന്നതുപോലെ ഈ ചൂടുകാലത്ത് നമ്മൾ ചൂടോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു 4-5 മണിക്കൂർ നമുക്ക് വെള്ളം കിട്ടാതിരിക്കട്ടെ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയുള്ള ആ ഒരു ദാഹം, ശരിക്കും ആ ഒരു ദാഹം ആത്മീക ദാഹമായി മാറുകയാണ്. എന്തു ചെയ്തു? ശ്രദ്ധിക്കണേ, ദൈവഭക്തൻ ഇവിടെ എന്തു ചെയ്തു? ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലെ വേദനകളെ ദൈവസന്നിധിയിൽ ദാഹമാക്കി തീർത്തു. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, എപ്പോൾ ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലാനിടയാകും. ശമരിയക്കാരത്തി സ്ത്രീയോട് നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല, അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി മാറും. ഈ ലോകത്തിൽ പലതും കുടിച്ചും അനുഭവിച്ചിട്ടും മനുഷ്യനൊന്നും സമാധാനവും സന്തോഷവും കിട്ടുന്നില്ല. ഞാൻ ചില പ്രിയപ്പെട്ടവരോടുകൂടെയൊക്കെ അവർ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വിലയേറിയ സ്ഥലങ്ങളിൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷെ പിറ്റേ ദിവസം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതോടുകൂടി ആ സന്തോഷം പോയില്ലേ മനസ്സിൽ നിന്ന്? ഈ ലോകത്തിൽ നമുക്ക് എന്തിനാണ് സത്യത്തിൽ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷം തരാനായിട്ട് പറ്റുന്നത്? നമ്മൾ ചിന്തിക്കും കുറച്ച് പണം കിട്ടുമ്പം നമ്മുടെ വേദനകളെല്ലാം മാറി. എത്രയോ പണക്കാർ, എത്രയോ ശതകോടീശ്വരന്മാർ അവരുടെ പണത്തിൻ്റെ നല്ല പങ്കും വേണ്ട എന്ന് വെച്ച് മാറിപ്പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം സത്യത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശൂന്യതയെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ആ വാക്വം ഫില്ല് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അപ്പോൾ ഇത് ഈ സങ്കീർത്തനം എഴുതപ്പെട്ട പശ്ചാത്തലമാണ് പറയുന്നത്. നിന്റെ ദൈവം എവിടെയെന്ന് നിത്യം അവർ ചോദിക്കുന്നത് കൊണ്ട് രാവും പകലും ഞാൻ കണ്ണുനീരോടുകൂടി ആയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു റിയാലിറ്റിയാണ്. ദൈവസന്നിധിയിൽ ഇറങ്ങി കർത്താവിൻ്റെ മുമ്പിൽ നമ്മളായിത്തീരുമ്പം പലരും നമ്മളോട് ചോദിക്കും, നിനക്ക് എന്ത് കിട്ടി? നിനക്ക് എന്തോ ഉണ്ട്? ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും പലരുമൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മോനെ നീ ഇങ്ങനെ ഇറങ്ങി നിൻ്റെ കാര്യം എന്താകും? നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്തായിത്തീരും? പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടതകളും സങ്കടങ്ങളും ഒന്നും ഇല്ലാതിരുന്നിട്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത മാറാത്തതായിരുന്നു. ഇതുവരെയും സ്വർഗത്തിലെ ദൈവം നടത്തി. സ്തോത്രം. ശാപം കിട്ടിയ വീടൊന്നും ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നെങ്കിൽ രാവും പകലുമൊക്കെ കണ്ണുനീർ ആഹാരമായി തീർന്നിരിക്കുമ്പോൾ, ഹൃദയത്തിൽ കടുത്ത വിഷാദത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ പ്രാർത്ഥനകളാക്കുവാൻ നമ്മൾ തയ്യാറാകുക. 4-ാമത്തെ വാക്യത്തിൽ പണ്ടുള്ള കാലങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ഈ ഒരു 5-ാമത്തെ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 11-ാമത്തെ വാക്യത്തിലും എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്തിനാണ്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും ആകുന്നു. ഈ മുഖപ്രകാശ രക്ഷയ്ക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മുഖപ്രകാശ രക്ഷ. ഞാൻ നിങ്ങളെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഫോർ ദ ഹെൽപ്പ് ഓഫ് ഹിസ് പ്രസൻസ്. ദൈവത്തിന് സ്തോത്രം. ശരിക്കും ദൈവ സാന്നിധ്യം തന്നെ, ആമേൻ, നമുക്ക് സഹായം നൽകി തരുന്നതാണ്, ആശ്വാസം നൽകി തരുന്നതാണ്. അടുത്തത് 6-ാമത്തെ വാക്യം. ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മിസാർ മല, ഹെർമോൻ പർവ്വതം, യോർദാൻ പ്രദേശം, അവിടെ വെച്ചൊക്കെ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. ഈ മിസാർ മല എന്ന് പറയുന്നത് യഹോവയാം ദൈവം ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി വന്ന് സീനായ് പർവ്വതത്തിൻ്റെ സമീപത്തുള്ള ഒരു ചെറിയ മലയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ദൈവം ഇറങ്ങി വന്ന നാളുകൾ. ഹെർമോൻ പർവ്വതം, അതായത് ബാശാൻ രാജാവായ
ഓഗിനെയും അമോന്യ രാജാവായ സീഹോനിൽ നിന്നുമൊക്കെ ജനത്തിന് ദൈവം സംരക്ഷണം കൊടുത്ത, വിടുതൽ കൊടുത്ത സ്ഥലം യോർദാൻ, ഇസ്രായേലിനെ അതെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം വിഭജിച്ചു കൊടുത്ത ഇടം, ആ സ്ഥലങ്ങളും ഇടങ്ങളുമൊക്കെ ഓർക്കുകയാണ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ദൈവം നടത്തിയ ആ പഴയകാല വഴികളൊക്കെ ഒന്ന് ഓർക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെയും നിരാശകളെയും വേദനകളെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? രാത്രിയിൽ ഞാനവന് പാട്ടുപാടും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെയാണത്. ഇപ്പം രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം വേർതിരിക്കുക. വേദനകളും വിഷാദങ്ങളും ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ എത്രത്തോളം സമയം വേർതിരിക്കുവാൻ കഴിയുമോ അത്രത്തോളം പ്രാർത്ഥന നിരതരാകുക. വ്യക്തിപരമായി ദൈവസന്നിധിയിൽ കരയുക, മുട്ടിന്മേലിരുന്ന് സമയങ്ങൾ ദൈവസന്നിധിയിൽ പങ്കിടുക. ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുകയും കണ്ണുനീരിനെ ദൈവം ആനന്ദമാക്കി തീർക്കുകയും ചെയ്യും. നോക്കുക, അസ്ഥികളെ തകർക്കുന്നവണ്ണം ശത്രുവിൻ്റെ നിന്ന ഭയങ്കരമാണ്. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരിക്കും ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ 3-4 കൂട്ടം കാര്യങ്ങൾ പറയുകയാണ്. നിന്ദിക്കുന്ന ശത്രു, ദൈവം മറന്നു കളഞ്ഞതുപോലെയുള്ള സാഹചര്യം, മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ല. എന്തു ചെയ്യും? ഞാൻ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. 99 വയസ്സുള്ള ഈ ഒരു അബ്രഹാം ഈ മമ്രയുടെ തോപ്പിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ തിരക്കി ദൈവം വരുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും എൻ്റെ ചിന്തകൾ അബ്രഹാമിലേക്ക് പോയപ്പോൾ, ഈ അബ്രഹാമിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, ലോത്തിനെ ഒന്ന് നോക്കിക്കേ. ദൈവശബ്ദം കേട്ടിറങ്ങി ദൈവം പറഞ്ഞതിൽ നിന്ന് അണുവിട മാറാതെ ദൈവത്തെ ആരാധിച്ച് സേവിച്ച ദൈവമനുഷ്യനാണ് അബ്രഹാം. പക്ഷേ ലോത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി വൈകൃതമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നേരായ നോട്ടമൊന്നും അല്ലായിരുന്നു. പക്ഷെ ലോത്തിന് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം തനിക്കുണ്ടായി. തട്ടിട്ട അല്ലെങ്കിൽ ആ സോദോം ഗോമോറ പട്ടണത്തിൽ വീട്ടിൽ താമസിക്കുന്നു, മക്കൾ വളർന്നു, മക്കൾ മാത്രമല്ല മരുമക്കൾ വരെയായി. അതായത് മക്കൾ പോലും കല്യാണപ്രായമായെന്ന് ഓർത്തോണം. പക്ഷെ ഇപ്പുറത്തൊരു ദൈവഭക്തൻ നാളുകളിൽ പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. പക്ഷെ കാലങ്ങളിൽ സംഭവിച്ചത് എന്താ? ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്നത്തേത് നോക്കി പലതിനും നമ്മൾ വിലമതിക്കുമ്പോൾ ദൈവം ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ ആ കാര്യത്തിൻ്റെ അവസാനത്തെയാണ് ദൈവം നോക്കുന്നത്. ഇന്ന് വിശ്വസ്തയോടെ ദൈവം മുമ്പിൽ ജീവിച്ചിട്ടും ഒന്നും ജീവിതത്തിൽ കാണാനില്ലെങ്കിലും നിരാശപ്പെടരുത്. മറുപടിയുമായി ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദിവസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കുക, അസ്ഥികൾ തകർക്കും വണ്ണമുള്ള നിന്ദകൾ. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിനാണ്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആവർത്തിച്ച് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന് സ്തോത്രം പറയുന്ന പ്രയോഗമാണ് ഹോപ്പ് ഇൻ ഗോഡ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നമുക്ക് നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കിൽ അതെ വയ്ക്കാം. അടുത്തത്, അവിടുന്ന് തന്നെയാണ് എൻ്റെ മുഖപ്രകാശ രക്ഷ, അവിടുന്ന് തന്നെയാണ് എൻ്റെ ദൈവം. അപ്പം ഈ സത്യത്തിൽ പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ, തന്ത്രങ്ങളിൽ ഒന്ന് നമ്മളെ നിരാശരാക്കുക എന്നുള്ളതാണ്. ഈ ദൈവകൃപയിൽ മുന്നേറുന്ന ഒരുപാട് ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സത്യം, നമ്മുടെ മാനസികമായ മണ്ഡലങ്ങളിലുള്ള ഒരു ഭയങ്കരമായ യുദ്ധക്കളമുണ്ട്. മാനസിക മേഖലകളിൽ അതിനെ നമ്മൾ തിരിച്ചറിയണം. മാനസിക മേഖലകളിൽ അവന് ആധിപത്യം നമ്മൾ നൽകാതെ, കീഴടങ്ങാതെ നമ്മുടെ മനസ്സും ഹൃദയവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള എല്ലാ ചിന്തകളും ദൈവികമല്ല. ഇസ്കരിയോത്തായ യൂദായുടെ ഉള്ളിൽ സാത്താൻ കടന്നു. അനന്യാസിൻ്റെയും സഫീറയുടെയും ഒക്കെ ഹൃദയം കവർന്നെടുത്തു, ഇല്ലേ? സാത്താൻ കവർന്നെടുത്ത് കളഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ പോലും വഴിമാറ്റി വിടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള അവസരം കൊടുക്കാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തോട് കൂടെ നടന്ന് വേദനകളും ഭാരങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് മുൻപോട്ട് പോകാൻ
കർത്താവ് നമുക്ക് സംഗതിയാക്കട്ടെ. ഈ ദൈവവചന ഭാഗം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ധാരാളം പ്രിയപ്പെട്ടവർ മാനസികമായ സംഘർഷങ്ങളിൽ, നിരാശകളിൽ, ഡിപ്രഷനുകളിൽ പ്രാർത്ഥിച്ചുയരുവാൻ കഴിയാതെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസിക മേഖലകളിൽ ആരോഗ്യം ദൈവം നൽകണമേ. ഹൃദയത്തിലെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, സകല സാധാന്യമായ സ്വാധീനങ്ങളെയും ദൈവം ശാസിക്കണമേ. ഈ ദൈവജന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ആമേൻ വ്യാപരിക്കുമാറാകണമേ. സകല ഇരുളുകളും നീങ്ങിപ്പോകണമേ. പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുവാൻ, ദൈവ പദ്ധതികൾ തിരിച്ചറിയുവാൻ, ദാഹത്തോടെ ഹൃദയവാഞ്ചയോടെ ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറനാഥ. ഗോഡ് ബ്ലെസ് യു.